ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഇലയടയാണ്. അത് ചക്ക ഉപയോഗിച്ചിട്ടുള്ള ഇലയടയാണ്. അത് ചക്ക എന്ന് പറഞ്ഞാൽ കൂഴച്ചക്ക, പഴച്ചക്ക കൊണ്ടുള്ള ഇലയട. അപ്പോൾ ആരും പഴച്ചക്ക കിട്ടിയ കളയണ്ട കേട്ടോ. ഞാനിവിടെ ഈ പാത്രത്തിൽ ഒരു കപ്പ് പഴച്ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ പഴച്ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പഴച്ചക്ക മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അപ്പോഴേക്കും ഞാൻ അരിപ്പൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമുക്ക് കുഴച്ചെടുക്കണമല്ലോ, അതിന് വേണ്ട അരിപ്പൊടി വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടു. ഞാൻ ആ കൂഴച്ചക്ക അരച്ചെടുക്കുകയും ചെയ്തു കേട്ടോ. ഇനി നമുക്ക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ചക്ക അരച്ചതുണ്ടല്ലോ, അത് നമുക്ക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഒന്ന് കുഴയ്ക്കാം. ഞാനൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ആ മധുരം ഉണ്ടാവുമല്ലോ, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ആദ്യം. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനൊരു 3 ഇങ്ങനെ കൈകൊണ്ട് 3 പിടി വെള്ളം ചേർത്തു എന്ന് പറയാം. ഇതിനിപ്പോൾ മെഷർമെൻ്റ് ഒന്നുമില്ല, ഇത്തിരി വെള്ളം കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. 3 പ്രാവശ്യം ഞാൻ വെള്ളം എടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോഴേക്കും നമുക്ക് നാളികേരം ശർക്കരയുടെ സ്റ്റഫ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 3 അച്ച് ശർക്കരയാണ് എടുത്തത്. ഇതിന് വലിയ മെഷർമെൻ്റ് ഒന്നുമില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതേ ആവരുത് വെള്ളം. അപ്പോൾ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഇനി അവിടെ ഇരുന്ന് ഉരുക്കട്ടെ. ഞാനിവിടെ ഒരു 3/4 കപ്പോളം നാളികേരം ചിരകി വെച്ചിരുന്നു. അത് ശർക്കരയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അത് മുഴുവൻ ഉരുകിയപ്പോൾ ശർക്കരയിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് കട്ടയായിട്ട് വരും. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഇല വാഴയെന്ന് മുറിച്ച് കൊണ്ടുവന്നുണ്ട്. അതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് വാട്ടിയെടുക്കാം. വാട്ടിയെടുത്തുള്ള ഗുണം എന്താ അറിയോ? അപ്പോൾ ഇല കീറില്ലല്ലോ, അതിനായിട്ട്. അപ്പോൾ ഇലയുടെ ഒരു ഭാഗം നല്ലോണം വാടി, ഇനി മറ്റേ ഭാഗം കൂടി നമുക്ക് വാട്ടിയെടുക്കാം. ഇതേപോലെ സ്റ്റൗവിൽ കാണിച്ചിട്ട് മറ്റേ ഭാഗം കൂടി നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഭാഗവും നന്നായിട്ട് വാട്ടിയെടുത്തു. ബാക്കിയുള്ള ഇലകളും അതേപോലെ തന്നെ വാട്ടിയെടുത്തു. അപ്പോൾ മാവ് തുറന്നു നോക്കിയപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എത്ര ഇലയുണ്ടോ, എനിക്കിപ്പോൾ ഇവിടെ 6-7 ഇലയുണ്ട്. അപ്പോൾ ഒരു 6-7 ബോൾസ് ഉണ്ടാക്കണം. എന്നിട്ട് ഓരോ ബോളും നമ്മുടെ ഇലയുടെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് അത് പരത്തി വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ഇലയുടെ മുകളിലും ഓരോരോ ബോളാക്കിയിട്ട് വെച്ചു. അപ്പോൾ ഒരു 7 അടയോളം കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പരത്താമെന്ന് വിചാരിച്ചു. ഇനി വെള്ളം എടുത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് അതിൽ കൈമുക്കി പരത്തിയെടുക്കാം. ഇങ്ങനെ കൈമുക്കി പരത്തിയെടുക്കാം. ഇതിങ്ങനെ പച്ചരി അരച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പച്ചരി അമ്മ അണിഞ്ഞിട്ടാണ് അട ഉണ്ടാക്കുക. നല്ല സ്വാദാണ് കഴിക്കാൻ. ഇതിപ്പോൾ നമ്മൾ ചക്ക അരച്ച് കൂട്ടി കുഴച്ചിട്ടല്ലേ ഉണ്ടാക്കണത്. ഇതും നല്ല സോഫ്റ്റാവും, ചക്ക കൂട്ടിയുണ്ടേ. അപ്പോൾ എല്ലാ അടയും ഞാൻ പരത്തി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റഫ് നടുവിൽ വെച്ച് കൊടുക്കാം. നടുവിലല്ല വെക്കേണ്ടത്, സൈഡിൽ ഒരു ഭാഗത്ത്, എൻ്റെ പകുതി ഭാഗത്തോളം സ്റ്റഫ് ഇട്ട് കൊടുക്കുക. നല്ലോണം എല്ലാ ഭാഗത്തായിട്ട് പരത്തി കൊടുക്കണം. അപ്പോൾ സ്റ്റഫ് വെച്ചതിന് ശേഷം നമുക്ക് ഇല മടക്കി കഴിഞ്ഞാൽ നമ്മുടെ അടയുടെ ഷേപ്പായി. അപ്പോൾ ഞാൻ സ്റ്റഫ് നന്നായിട്ട് പരത്തി കൊടുത്തു. ഒരു ഭാഗം മാത്രം ചെയ്താൽ മതി, മറ്റേ ഭാഗത്ത് തന്നെ ആയിക്കോളുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഇല ഒന്ന് മടക്കി കഴിഞ്ഞാൽ നമ്മുടെ അടയുടെ ഒരു ഷേപ്പായി കിട്ടി. ഇനി നമുക്ക് എല്ലാ ഇലയും ഇതുപോലെ ആദ്യം ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്യാം. ഇതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ അടയും ഇതേപോലെ സ്റ്റഫ് നിറച്ച് മടക്കി വെച്ചു. ഇനി നമുക്ക് ആവി കയറ്റേ വേണ്ടു. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിലാട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയിലത്തെ തട്ട് വെച്ചു. ഞാൻ അതിൻ്റെ മുകളിൽ ഈ നമ്മൾ ചെയ്ത് വെച്ച അട നിരത്തേ വേണ്ടു കേട്ടോ. അത് ഇങ്ങനെ നേരെ വയ്ക്കുക. പിന്നെ എന്താ പറയുക, വിലങ്ങനെയും വെക്കുക. അതെങ്ങനെ നമ്മുടെ സൗകര്യം പോലെ ആവി കയറണമെന്നേ ഉള്ളൂ. അതുപോലെ വെച്ചിട്ട് നമുക്ക് അടച്ച് ഒരു 15 മിനിറ്റോളം സ്റ്റീം ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ അടയും ഇങ്ങനെ നിരത്തി 2ാമത്തെ തട്ടും വെച്ചു, മുകളിലത്തെ തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലും ബാക്കിയുള്ള അടകളൊക്കെ വെച്ചിട്ട് ഞാൻ ഇഡ്ഡലി പാത്രം അടച്ചു. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് മീഡിയത്തിൽ സ്റ്റൗ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ ഓഫ് ചെയ്തിരുന്നു. ഇനി നമുക്ക് തുറന്ന് നോക്കാം.
കുറച്ച് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇല നല്ലോണം വിട്ടു പോരുകയാണെങ്കിൽ നമ്മുടെ അട തയ്യാറായി. അപ്പോൾ ഇല നോക്കൂ, നല്ലോണം വിട്ടു പോന്നു. നല്ല സോഫ്റ്റായിട്ടുള്ള അട നമുക്ക് കിട്ടി. ഇനി നമുക്കത് വാങ്ങിയെടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് കേട്ടോ. വെന്ത നല്ല മണം വരുന്ന ചക്കയുടെ ഒരു നല്ല മണമാണല്ലോ. അപ്പോൾ ഞാനത് തുറന്ന് കാണിച്ചു തരാം. എല്ലാ അടയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ലോണം വിട്ടു പോരുന്നു. അപ്പോൾ നമ്മുടെ അട നല്ലോണം വെന്ത് തയ്യാറായി. ഞാനൊരു ചെറിയ കത്തി എടുത്തിട്ട് നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന്. ഇതാ കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ, നല്ല ടേസ്റ്റുള്ള അടയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇനിയിപ്പോൾ പഴച്ചക്കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക, കൂഴച്ചക്കൊണ്ട് ഉപകാരമില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ അട ഉണ്ടാക്കാം. നല്ല സ്വാദുള്ള അടയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക കേട്ടോ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്